യുഎയിലെ ഷാർജയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം തെക്കും ഭാഗം സ്വദേശി അതുല്യയുടെ മരണത്തിൽ ഷാർജ പോലീസിലും പരാതി നൽകാനൊരുങ്ങി ബന്ധുക്കൾ. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇന്ന് തന്നെ സഹോദരി അഖില പരാതി നൽകും. അതുല്യ ബന്ധുക്കൾക്ക് അയച്ച ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകും. സുജിത് സുരേന്ദ്രൻ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. സുജിത്ത്, അവിടെയും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബം തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എന്തൊക്കെ നീക്കങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്? ഇത് ആത്മഹത്യയല്ല, ഇത് കൊലപാതകം തന്നെയാണ് എന്ന നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നുണ്ട്. ഇതിൽ കോൺസുലേറ്റിന്റെ അടക്കം സഹായം തേടാനുള്ള ശ്രമങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? സുജിത്ത്, സതീഷിനെതിരെ അതുല്യയുടെ ബന്ധുക്കൾ കേരളത്തിൽ പരാതി നൽകുകയും പോലീസിൽ പരാതി നൽകുകയും വിവിധ വകുപ്പുകൾ ചുമത്തി കൊലക്കുറ്റത്തിനുൾപ്പെടെ കേസെടുക്കുകയും ചെയ്ത ഒരു തൊട്ടു പിന്നാലെയാണ് ഷാർജ പോലീസിലും പരാതി നൽകാൻ ബന്ധുക്കൾ ഒരുങ്ങിയിരിക്കുന്നത്. ഇന്ത്യൻ കോൺസുലേറ്റ് വഴി ഇന്ന് തന്നെ പരാതി അവിടെ നൽകാനുള്ള ഒരു നീക്കമാണ്. സഹോദരി അഖിലയാകും പരാതി നൽകുക. ഷാർജ ഇന്ത്യൻ അസോസിയേഷനുമായി ഇന്നലെ ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിരുന്നു. ഈ അതുല്യ ബന്ധുക്കൾക്ക് അയച്ചു നൽകിയ ദൃശ്യങ്ങളും പരാതിക്കൊപ്പം നൽകാനാണ് വീട്ടുകാർ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് കേരളത്തിൽ പോലീസിന് നൽകിയിട്ടുള്ളത് തന്നെ ഈ പരാതിക്കൊപ്പം ദൃശ്യങ്ങൾ നൽകിയിരിക്കുന്നത് പോലെ തന്നെ ഷാർജ പോലീസിനും നൽകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഭർത്താവിന്റെ ഈ അതുല്യയുടെ ഭർത്താവ് സതീഷിന്റെ പീഡനങ്ങളെ കുറിച്ചൊക്കെ അതുല്യ സഹോദരിയായ അഖിലയോട് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഷാർജ പോലീസിനെ ധരിപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. ഈ സതീഷിനെതിരെ അതുല്യയുടെ അമ്മയാണ് തെക്കുംഭാഗം പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. ഈ ഷാർജയിൽ പരാതി നൽകുക സഹോദരി അഖിലയാകും എന്നാണ് മനസ്സിലായിട്ടുള്ളത്. സതീഷ് സ്ഥിരം മദ്യപിക്കുന്നയാളാണെന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അയാൾ വല്ലപ്പോഴും മാത്രമാണ് മദ്യപിക്കുന്നത് എന്ന രീതിയിലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇയാൾ സ്ഥിരം മദ്യപിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതുല്യ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യങ്ങളൊക്കെ വിശദമായി ഷാർജ പോലീസിനെ ധരിപ്പിക്കും. എന്തായാലും കേരളത്തിന് പുറമെ ഷാർജയിലും നിയമക്കുരുക്ക സതീഷ്. ഈ തെക്കും ഭാഗം പോലീസിന്റെ നടപടി ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ആലോചിക്കുന്നത്? ഈ സതീഷിന്റെ ബന്ധുക്കളാണെങ്കിൽ ഇന്നലെ അമ്മയൊക്കെ പറയുന്നത് കേട്ടു, ഏറെ നാളായി ആ കുടുംബവുമായി സതീഷിന് ബന്ധമില്ല എന്ന തരത്തിലൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു. ഇവിടെ കേരളത്തിൽ ഇതിന്റെ നിയമ നടപടികൾ ഏത് തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസ് ആലോചിക്കുന്നത്? ആരെങ്കിലും ചോദ്യം ചെയ്യുന്നതിലേക്ക്, മൊഴിയെടുക്കുന്നതിലേക്കൊക്കെ വളരെ പെട്ടെന്ന് പോലീസ് കടക്കാനുള്ള സാധ്യതയുണ്ടോ സുജിത്ത്? തീർച്ചയായും റിജിത്ത്, ഇപ്പോൾ പ്രധാനമായും ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് ഇപ്പോൾ കൊലക്കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളത്. അസ്വാഭാവിക മരണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള വകുപ്പ് അല്ലെങ്കിൽ ആത്മഹത്യാ പ്രേരണ കുറ്റമൊക്കെ ആകും സാധാരണ ഇത്തരം മരണങ്ങളിൽ വരിക. ഇതിപ്പോൾ കൊലക്കുറ്റത്തിന് തന്നെയാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്താനുള്ള സാധ്യതയുണ്ട്. ഗാർഹിക പീഡന നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകളുണ്ട്. കൂടാതെ തന്നെ ഈ അമ്മയുടെ സതീഷിന്റെ അമ്മയുടെ അടക്കമുള്ള മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അമ്മയുടെ മൊഴി ഈ സതീഷിന് എതിരായി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് സതീഷ് നിരന്തരം ഈ കുട്ടിയെ ഉപദ്രവിച്ചു എന്നുള്ള കാര്യം അയൽവാസികൾ ഉൾപ്പെടെയുള്ള ആളുകളും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് കൂടുതലായി മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് സതീഷിനെതിരെ ഷാർജയിലും നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതുല്യയുടെ കുടുംബത്തിന്റെ തീരുമാനം. ഇവിടെ കേരളത്തിലും കൊല്ലം, ചവറ, തെക്കുംഭാഗം പോലീസിന്റെ ഭാഗത്തുനിന്നും തുടർ നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. കൂടുതൽ പേരുടെ മൊഴിയെടുക്കുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും. സുജിത് സുരേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.